ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPI സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിട്ട് 5 മണിക്കെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സ്ഥാനാർത്ഥികളുടെ പട്ടിക നൽകണമെന്ന് ജില്ലാ കൗൺസിലുകളോട് ആവശ്യപ്പെട്ടിരുന്നു. ജില്ലാ കൗൺസിൽ സമർപ്പിച്ച പട്ടിക സംസ്ഥാന കൗൺസിൽ ചർച്ച ചെയ്യും. ഒരു കാര്യത്തിലും ആശയക്കുഴപ്പമില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇന്ന് വൈകുന്നേരം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. ഇവിടെ വെച്ചൊരു പ്രസ് മീറ്റ് ഉണ്ടാകും. നിർബന്ധമായിട്ടും ഓരോ ജില്ലകളും അയക്കേണ്ടത് 3 പേരുടെ പാനലാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങളത് മനസ്സിലാക്കിയെങ്കിലും ഒരാളുടെ പേര് അയച്ചാൽ പോരാ, 3 പേരുടെ പേര് അയച്ചിട്ടുണ്ട്. ആ എല്ലാ പേരും പരിഗണിച്ച് ഒരു പേര് പാർട്ടി തീരുമാനിക്കും. നിങ്ങൾ ആരും ഉത്കണ്ഠപ്പെടേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉത്കണ്ഠയില്ല. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, ബിനോയ് വിശ്വം എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോൾ ഇന്ന് തന്നെ അന്തിമ തീരുമാനം എന്ന് സംസ്ഥാന സെക്രട്ടറി ഉറപ്പിച്ചു പറയുകയാണോ? വേണു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥികളെ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഔദ്യോഗികമായി CPI പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ നേരത്തെ സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്ത പേരുകളിൽ നിന്ന് പക്ഷേ ഒരു മണ്ഡലത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അത് മാവേലിക്കര മണ്ഡലമാണ്. മാവേലിക്കര മണ്ഡലത്തിൽ ആലപ്പുഴ ജില്ലാ നേതൃത്വം മുന്നോട്ട് വെച്ച പേര് CA അരുൺകുമാർ ആയിരുന്നു. AIF നേതാവ് അരുൺകുമാറിന്റെ പേരായിരുന്നു മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ജില്ലാ കൗൺസിലുകൾ 3 പട്ടിക കൊടുക്കണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ 3 പട്ടിക സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ കൊല്ലം, അതേപോലെ തന്നെ കോട്ടയം ജില്ലാ കമ്മിറ്റികൾ ജില്ലാ കൗൺസിലുകൾ നൽകിയിട്ടുള്ള പട്ടികയിൽ CA അരുൺകുമാറിന്റെ പേരില്ല. പകരം മറ്റു പേരുകളാണ് അവർ സജീവമായി ചർച്ചയാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ചിറ്റയം ഗോപകുമാറിന്റെ പേര് ഈ 2 ജില്ലാ കമ്മിറ്റികളും ആദ്യ പേരായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. അതേസമയം ആലപ്പുഴ ജില്ലാ നേതൃത്വം മാത്രം അരുൺകുമാറിന്റെ പേര് നൽകിയിട്ടുണ്ട്. കൂടാതെ മറ്റു ചില പേരുകൾ കൂടി അവിടെ ചർച്ചയാകുന്നുണ്ട്. അത് മുൻ MLA കെ അജിത്ത്, അതേപോലെ തന്നെ മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ, CK ആശ തുടങ്ങിയ പേരുകളും സജീവമായി ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. പട്ടികയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊന്ന് തിരുവനന്തപുരത്തെ കാര്യമാണ്. തിരുവനന്തപുരത്ത് പന്ത്യൻ രവീന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യതയെങ്കിൽ കൂടി നൽകിയിരിക്കുന്ന പട്ടികയിൽ, ജില്ലാ കൗൺസിൽ നൽകിയിരിക്കുന്ന പട്ടികയിൽ K പ്രകാശ് ബാബു, സത്യൻ മൊകേരി എന്നിവരുടെ പേരുകളുണ്ട്. പക്ഷേ മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പന്ത്യൻ രവീന്ദ്രനിലേക്ക് തന്നെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. തൃശൂരിൽ VS സുനിൽകുമാർ തന്നെ ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. KP രാജേന്ദ്രന്റെ പേര് കൂടി ജില്ലാ കൗൺസിൽ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും മണ്ഡലത്തിലെ ശക്തമായ ത്രികോണ മത്സരം അടക്കമുള്ള സാധ്യതയുടെ പശ്ചാത്തലത്തിൽ VS സുനിൽകുമാർ തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിച്ചൊരു വിവരമായി CPIയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. വയനാടാണ് മറ്റൊരു കാര്യം. അവിടെ രാഹുൽ ഗാന്ധി എത്തുമെങ്കിൽ സ്വാഭാവികമായും അത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായി മാറും. അങ്ങനെയാണെങ്കിൽ ദേശീയ മുഖമായിട്ടുള്ള, ദേശീയ തലത്തിൽ ശ്രദ്ധയുള്ള ഒരു മുഖമായിട്ടുള്ള ആനി രാജയെ അവിടെ മത്സരത്തിലിറക്കാമെന്ന് CPI സംസ്ഥാന നേതൃത്വം നേരത്തെ തീരുമാനിച്ചതാണ്. പക്ഷേ സത്യൻ മൊകേരി, PP സുനിൽ എന്നീ പേരുകളും അവിടെ ഉയരുന്നുമുണ്ട്. നിലവിൽ ഇപ്പോൾ ഇതാണ് CPI സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും മാവേലിക്കര മണ്ഡലത്തിൽ ചില ട്വിസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. അത് ഏത് തരത്തിൽ സംസ്ഥാന നേതൃത്വം ഒരു കടുംപിടുത്തം അക്കാര്യത്തിൽ പിടിച്ചാൽ പക്ഷേ അരുൺകുമാർ തന്നെയായിരിക്കും. പക്ഷേ അതിനെ ഈ 2 ജില്ലാ കൗൺസിലുകൾ, പ്രത്യേകിച്ച് കൊല്ലം, അതേപോലെ തന്നെ കോട്ടയം ജില്ലാ കൗൺസിലുള്ള തീരുമാനമനുസരിച്ചായിരിക്കും അക്കാര്യത്തിലൊരു ധാരണ ഉണ്ടാവുക. വേണം. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.